ഇന്നത്തെ നമ്മുടെ വീഡിയോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനെ പറ്റിയാണ്. അവിടെ നമ്മൾ ട്രാവൽ ചെയ്ത പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന ആൻഡമാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഒരു സിറ്റിയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ എത്ര ദിവസം നമ്മൾ പോർട്ട് ബ്ലെയറിൽ താമസിച്ചു, എവിടെയൊക്കെ നമ്മൾ പോയി, എവിടെയാണ് നമ്മൾ താമസിച്ചത്, നല്ല സ്റ്റേ, അങ്ങനെ പോർട്ട് ബ്ലെയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ. നിലവിൽ നമുക്കുള്ളത് ബൈ എയർ ഓപ്ഷനാണ് ആൻഡമാനിൽ റീച്ച് ആകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ട്രാവൽ ചെയ്തത് ബാംഗ്ലൂർ ടു IXZ, അതാണ് അവിടുത്തെ എയർപോർട്ടിൻ്റെ കോഡ്. വീർ സവർക്കർ എയർപോർട്ടിൻ്റെ പേര് വീർ സവർക്കർ എയർപോർട്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിങ്ങൾ സ്റ്റേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീർ സവർക്കർ എയർപോർട്ടിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ നിങ്ങൾ നേരെ ക്രോസ് ചെയ്ത് അവരുടെ പാർക്കിംഗ് ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവിടുത്തെ ഗവൺമെൻറ് ആൻഡമാൻ നിക്കോബാർ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രീപെയ്ഡ് ടാക്സി ഓപ്ഷൻസ് ഉണ്ട്. അത് വളരെ ചീപ്പാണ്. ഞങ്ങൾക്കായത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറിൽ ഞങ്ങൾക്ക് 255 രൂപയാണ് ഞങ്ങളുടെ ട്രാവലിംഗ് കോസ്റ്റ് അവരായത്. അത് തന്നെ ഞങ്ങൾ വെളിയിൽ തിരക്കിയപ്പോൾ 600 രൂപയാണ് അവർ ഞങ്ങൾക്ക് കോട്ട് ചെയ്തത്. സ്റ്റേ ബുക്കിംഗ് ഓപ്ഷൻ ഉള്ളത് booking.com, അഗോഡ, Airbnb ആണ്. എൻ്റെ പേഴ്സണൽ സജഷൻ Airbnb ആണ്, സ്പെഷ്യലി ഫോർ പോർട്ട് ബ്ലെയർ. ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് ഞങ്ങൾക്ക് Airbnbയിൽ പോർട്ട് ബ്ലെയറിൽ കിട്ടിയത്. ഞങ്ങൾ താമസിച്ച റൂമാണിത്. ഇതിന് പെർ നൈറ്റ് വരുന്നത് 2200 റുപ്പീസാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നിങ്ങൾ പോർട്ട് ബ്ലെയറിൽ വേറെ ഹോട്ടൽസൊക്കെ നോക്കിയാൽ പെർ നൈറ്റ് 2.5 to 3.5 4,000 വരെ കാണിക്കും. ബട്ട് അത്രയും എമൗണ്ട് കൊടുത്താൽ നിങ്ങൾക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈജീൻ ആയിട്ടുള്ള ഒരു റൂമോ വാഷ്റൂമോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. നല്ല സർവീസ് ആയിരുന്നു അവിടുത്തെ സ്റ്റാഫിൻ്റേത്. Airbnbയുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പോർട്ട് ബ്ലെയറിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഹോട്ടലാണെങ്കിലും Airbnb ആണെങ്കിലും എല്ലാ അക്കോമഡേഷൻ സ്ഥലങ്ങളിലും അവർക്കൊരു 2 വീലർ റെൻ്റൽ ഓപ്ഷൻസ് ഉണ്ടാവും. ഞങ്ങൾ സ്റ്റേ ചെയ്ത Airbnbയുടെ അവരുടെ തന്നെ ട്രാവൽസാണിത്. അവർക്ക് റെൻ്റൽ വരുന്നത് 2 വീലറിന് പെർ ഡേ 600 റുപ്പീസാണ്. അപ്പോൾ 600 റുപ്പീസ് പെർ ഡേ റെൻറ്റും പിന്നെ 2000 റുപ്പീസ് ഡിപ്പോസിറ്റുമാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഡേ 1 ആഫ്റ്റർനൂൺ ആയിരുന്നു ഫ്ലൈറ്റ്. റൂമിലെത്തി ഫ്രഷപ്പായി റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ഗോർഗൻസ്കോ ബീച്ച് കാണാൻ ഇറങ്ങി. നൈറ്റ് വ്യൂ അത്യാവശ്യം നല്ലൊരു ബീച്ചാണിത്. പക്ഷേ എന്തോ മെയിൻ്റനൻസ് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, തിരിച്ച് റൂമിലെത്തി. ഡേ 2 ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി അബർദീൻ ജെട്ടിയിൽ നിന്നാണ് നമുക്ക് റോസ് ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ടിനുള്ള ടിക്കറ്റ്സ് കിട്ടുക. അബർദീൻ ജെട്ടിലെത്തി ടിക്കറ്റ് എടുത്തു. ലെഫ്റ്റ് സൈഡിൽ ഒരു ക്യാൻറ്റീൻ കാണാം. അവിടെ നിന്ന് ഒരു കോഫി കുടിച്ചു നേരെ ഞങ്ങൾ നടന്ന വാക്ക് വേയിലേക്ക്. ഈ ഓപ്പോസിറ്റ് കാണുന്ന വാക്ക് വേയിൽ കയറി കഴിഞ്ഞാൽ ബോട്ടിൽ കയറാനുള്ള സ്ഥലത്തെത്താം. ബോട്ടിൽ കയറി കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് ആണ് ട്രാവൽ ടൈം റോസ് ഐലൻഡിലേക്ക്. 450 റുപ്പീസാണ് പെർ പേഴ്സൺ ടിക്കറ്റ് വരിക. അത് റൗണ്ട് ട്രിപ്പാണ്. 15 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് വൺ സൈഡ് ട്രാവൽ. 45 മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടെ റോസ് ഐലൻഡിൽ കാണാനുള്ള സമയം തരും. കണ്ടതിന് ശേഷം തിരിച്ച് പോർട്ട് ബ്ലെയറിലെത്തിക്കും. റോസ് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെന്നിറങ്ങുമ്പോൾ തന്നെ മാൻ ഒരുപാട് കാണാം. 500-ലധികം മാൻ ഇപ്പോഴും ആ ഐലൻഡിൽ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നടന്ന് കാണാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ബഗ്ഗി ബൈക്ക് സിസ്റ്റം അവൈലബിൾ ആണ്. എയർപോർട്ടിലൊക്കെ ഉള്ള പോലത്തെ ബഗ്ഗി ബൈക്ക് അവിടെ ഉണ്ട്. പെർ പേഴ്സണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് 40 റുപ്പീസാണ്. നിങ്ങൾക്ക് അത് എൻറ്റയറായിട്ട് പ്രൈവറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 640 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറ്റയറായിട്ട് ബഗ്ഗി ബൈക്ക് കിട്ടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് എത്തിക്കുക. അതായത് റോസ് ഐലൻഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്. 200 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവലാണത് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൽ നിങ്ങൾക്ക് 20 മിനിറ്റ്സ് ആണ് അവർ അലൗട്ട് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് താഴോട്ട് അധികം നടക്കാനുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് കയറി വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ടൈം പ്ലാൻ ചെയ്യുക. അവിടെ എത്തി കുറച്ച് നല്ല പിക്ചേഴ്സ് എടുക്കുക. പിക്ചേഴ്സ് എടുത്തതിന് ശേഷം തിരിച്ച് നിങ്ങൾക്ക് വന്ന അതേ ബോട്ട് തന്നെ നിങ്ങളെ പിക്കപ്പ് ചെയ്തിട്ട് തിരിച്ച് നിങ്ങളെ പോർട്ട് ബ്ലെയറിലെത്തിക്കും. റൂമിലെത്തി ലഞ്ചിന് ശേഷം തിരിച്ച് ഈവനിങ് വണ്ടൂർ ബീച്ച് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. കുറച്ച് ദൂരമുണ്ട്, 26 കിലോമീറ്റേഴ്സാണ് പോർട്ട് ബ്ലെയറിൽ നിന്ന് ദൂരം. അതുകൊണ്ട് തന്നെ ക്യാബിനാണ് വന്നത്. 1500 രൂപയായിരുന്നു ഞങ്ങൾക്ക് റൗണ്ട് ട്രിപ്പിനായത്. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഫ്രഷപ്പ് ആയതിനു ശേഷം ഡിന്നർ പുറത്തു നിന്നായിരുന്നു പ്ലാന്. അപ്പം അബർദീൻ ജെട്ടി, നമ്മൾ രാവിലെ റോസ് ഐലൻഡിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത അബർദീൻ ജെട്ടിയിൽ രാത്രിയിലത്തെ വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ആൾക്കാർ നമ്മുടെ കൊച്ചി മെറൈൻ ഡ്രൈവ് പോലെ വാക്കിങ്ങിനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ഒരു ഏരിയ, ചെറിയൊരു സ്ട്രീറ്റ് ഫുഡ് ഏരിയ ഉണ്ട്. അവിടെ നിന്നായിരുന്നു രാത്രിയിലത്തെ ഡിന്നർ. ഡേ 3 ഒരു ലേറ്റ് മോർണിംഗ് ആയിരുന്നു, താമസിച്ചാണ് എണീറ്റത്. എണ്ണിച്ച് ഫുഡിന് ശേഷം വന്നത് നേരെ സെല്ലാർ ജയിലിൻ്റെ ഡേ വിസിറ്റിനാണ്. സെല്ലാർ ജയിലിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് 2 വീലർ പാർക്കിങ്ങിന് ശേഷം നേരെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുക. സെല്ലാർ ജയിലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വീർ സവർക്കർ പാർക്ക്, അവിടുത്തെ ഒരു
ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. താല്പര്യമുള്ളവർക്ക് കാണാം. ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. സെല്ലാർ ജയിലുകൾ ടിക്കറ്റ് എടുത്തു. 30 rupees പെർ പേഴ്സൺ ടിക്കറ്റിന് ചാർജ് വരിക. ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ നേരെ മെയിൻ ഗേറ്റിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എൻട്രി ഉണ്ട്. ഈ സെല്ലാർ ജയിലിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ. അത് പക്ഷേ നമ്മൾ നടന്ന് കാണുമ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് മനസ്സിലാവത്തില്ല. ആ ജയിലിനകത്ത് ആ സെല്ലാർ ജയിലിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് ഈ ജയിലിൻ്റെ കൺസ്ട്രക്ഷൻ ഇത്ര ഭംഗിയാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ സെല്ലാർ ജയിലിൻ്റെ ലൈറ്റ് ഷോ ഈവനിങ് ആണ് അതിൻ്റെ ടൈമിങ്സ് വരുന്നത്. ടൈമിങ്സ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 3:50, 5:50, 7:50 PM. മസ്റ്റ് വിസിറ്റ് ആണിത്. ലാംഗ്വേജ് പരമാവധി ഇംഗ്ലീഷ് എടുക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷും ഹിന്ദിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ പ്ലേസസ് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും സെല്ലാർ ജയിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആണ്. അതും ആ ഈവനിങ് ലൈറ്റ് ഷോവും അതേപോലെ തന്നെ ഡേ വിസിറ്റും രണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീലിംഗ് ആണ്. ഈവനിങ് ലൈറ്റ് ഷോയിൽ നമുക്ക് നമ്മുടെ ആ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മൊത്തം സ്റ്റോറി അവരത് ലൈറ്റ് ഷോയിൽ കൂടെ കാണിച്ചു തരും. ഡേ ടൈമിലാണെങ്കിലും നമുക്ക് ഇതിനകം എല്ലാം നടന്ന് വിസിറ്റ് ചെയ്യാം. ഇതിൻ്റെ ടൈമിങ്സ് വരുന്നത് ഈവനിങ് 4 o'clock ആണ്. 4 o'clock ഡേ ടൈമിൻ്റെ വിസിറ്റ് ക്ലോസ് ചെയ്യും. ഇതിൻ്റെ ഓരോ റൂമുകളിലും നമ്മൾ ഡേ ടൈമിൽ നടന്ന് കാണുമ്പം ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കാലാപാനി സിനിമ കണ്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു മനസ്സിലാവും. അവരുടെ റിയൽ സ്റ്റോറി നടന്ന് ഇവിടാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഡേ 3 ഈവനിങ് സെല്ലാർ ജയിലിലെ ഡേ വിസിറ്റിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അബർദീൻ ബസാറിലേക്കാണ്. അവിടുത്തെ ഒരു ഫേമസ് മാർക്കറ്റ് ഷോപ്പിംഗ് ഏരിയ ആണ്. ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം പോർട്ട് ബ്ലെയറിൽ. അബർദീൻ ബസാറിലെ ചെറിയൊരു ഷോപ്പിംഗ് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും പോയത് സെല്ലാർ ജയിലിലെ ലൈറ്റ് ഷോ കാണാനാണ്. ഞാൻ ടൈമിങ്സ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു മസ്റ്റ് വിസിറ്റാണ്. അങ്ങനെ പോർട്ട് ബ്ലെയറിലെ ഞങ്ങളുടെ 3 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനുശേഷം ഞങ്ങൾ നാളെ പോകുന്നത് ഹാവ്ലോക്ക് ഐലൻഡിലേക്കാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.